അവസാനത്തെ ഹമാസിൻ്റെ നേതാവ് കൊല്ലപ്പെടുന്നതുവരെയും ഞങ്ങൾ അടങ്ങിയിരിക്കില്ല എന്നാണ് ഇസ്രായേൽ പറയുന്നത്. അതായത് ഇസ്രായേൽ ഉറപ്പിച്ച് തന്നെയാണ് ഹമാസിനെ, ഹിസ്ബുള്ളയെ മാത്രമല്ല ഹൂത്തികളെയും തീർക്കുമെന്നാണ് ഇസ്രായേൽ ഉറപ്പിച്ച് പറയുന്നത്. ജൂതന്മാരെ തൊട്ട ഒരു ഭീകരരെയും വെറുതെ വിടില്ല എന്നുള്ള നിലപാടാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത്. ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഖത്തറിലെ ദോഹയിൽ ആക്രമണം നടത്തിയ ഇസ്രായേൽ ഹൂത്തികളെ ലക്ഷ്യമിട്ടും ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. യമനിലും ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. സനായിലെ ഹൂത്തി കേന്ദ്രങ്ങളാണ് ഇസ്രായേൽ ആക്രമിച്ചത്. ആക്രമണത്തിൽ 35 പേർ കൊല്ലപ്പെട്ടതായാണ് സ്ഥിരീകരണം വരുന്നത്. ഇനിയും ആക്രമണം തുടരും എന്നാണ് നെതന്യാഹു പറയുന്നത്. റമോൺ വിമാനത്താവളം ഹൂത്തികൾ ആക്രമിച്ചിരുന്നു. ഇതിൻ്റെ തിരിച്ചടിയായിട്ടായിരുന്നു നെതന്യാഹുവിൻ്റെ പ്രതികരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സനായ്ക്ക് പുറമെ അൽജാവ് ഗവർണറേറ്റിലും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ 118 പേർക്കാണ് പരിക്കേറ്റത്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ് എന്നും പരിക്കേറ്റവരുടെ എണ്ണം ഉയർന്നേക്കാമെന്നുമാണ് യമൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. മാത്രമല്ല, സനയിലെ അൽ തഖീർ പരിസരത്തെ വീടുകൾ, നഗരത്തിൻ്റെ തെക്ക് പടിഞ്ഞാറുള്ള 60-ാം സ്ട്രീറ്റിലെ ഒരു ആശുപത്രി കെട്ടിടം, അൽ ജാഫിലെ ഒരു സർക്കാർ കോമ്പൗണ്ട് എന്നിവ ഉൾപ്പെടെയുള്ള സിവിലിയൻ റെസിഡൻഷ്യൽ മേഖലകളിലാണ് ആക്രമണം നടത്തിയത്. സനയിലെ അൽ സിത്തീൻ സ്ട്രീറ്റിലെ ഒരു മെഡിക്കൽ സെന്ററിനെ ഇസ്രായേൽ ജെറ്റുകൾ ലക്ഷ്യമിട്ടതായി യമൻ ഓയിൽ ആൻഡ് ഗ്യാസ് കോർപ്പറേഷൻ അറിയിച്ചിട്ടുണ്ട്. ഇസ്രായേൽ കടന്നുകയറ്റത്തിനെതിരെ എയർ ഡിഫൻസ് സിസ്റ്റം പ്രവർത്തിച്ചുവെന്നും ചില ഇസ്രായേൽ യുദ്ധവിമാനങ്ങളെ ചെറുക്കാനായെന്നും ഹൂത്തികളുടെ വക്താവ് പറയുന്നു. കഴിഞ്ഞ ദിവസമാണ് ദോഹയ്ക്ക് നേരെയുള്ള ഇസ്രായേൽ ആക്രമണം. ഗസ വെടിനിർത്തൽ ചർച്ചയ്ക്കെത്തിയ ഹമാസ് സംഘത്തെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലിൻ്റെ ആക്രമണം. ഖത്തറിലെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 6 പേരാണ് ഇസ്രായേലിൻ്റെ പ്രതികാരത്തിൽ എരിഞ്ഞടങ്ങിയത്. ദോഹയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ നെതന്യാഹുവിനെ ട്രംപ് അതൃപ്തി അറിയിപ്പിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു. അതായത് ആക്രമിക്കുവാനുള്ള തീരുമാനം ബുദ്ധിപരമല്ല എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത്. ഹമാസിന് ഓഫീസ് നൽകിയത് മധ്യസ്ഥ ശ്രമങ്ങൾക്കാണെന്ന് ഖത്തർ പറയുന്നുണ്ട്. നെതന്യാഹുവിനെ വീണ്ടും വിചാരമില്ലാത്ത നടപടികൾക്ക് മറുപടി പറയിപ്പിക്കുമെന്നാണ് ഖത്തറിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതായത് ആക്രമണം മുൻകൂട്ടി അറിയിച്ചില്ല എന്ന് ട്രംപ് പറയുകയും ചുരുങ്ങിയ സമയം മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എന്ന് നെതന്യാഹു പറയുമ്പോഴും കാര്യങ്ങൾ ഉറപ്പാണ്. അറബിക്കൂട്ടങ്ങൾ ഒന്നടങ്കം ഭയപ്പെടണം. തീ പിടിച്ചോടുകയാണ്. ഇനി ദുബായിലേക്കും അല്ലെങ്കിൽ ഹമാസിൻ്റെ നേതാക്കൾ എവിടെയൊക്കെ ഒളിച്ചിരിക്കുന്നോ അവിടേക്കൊക്കെ ഇസ്രായേലിൻ്റെ ബോംബുകൾ വരാം, വ്യോമാക്രമണങ്ങൾ വരാം, തീ കത്താം, പുകപടലങ്ങൾ ഉയരാം. രക്ഷയില്ല ഒരു ഭീകരർക്കും എന്നുള്ളതാണ്. അതായത് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ കാണിച്ചു കൊടുത്ത അതേ പാഠം ഇന്ത്യ എന്താണ് ചെയ്തത്? പാകിസ്ഥാനിലെ ജനങ്ങളെ ആക്രമിച്ചില്ല, സൈനിക ഉദ്യോഗസ്ഥരെ ആക്രമിച്ചില്ല, അവിടുത്തെ സർക്കാർ മന്ദിരങ്ങൾ ആക്രമിച്ചില്ല, അവിടെ എന്താ പറയുക, ജനജീവിതം ദുസ്സഹമാക്കുന്നതൊന്നും ഇന്ത്യ ചെയ്തില്ല. പക്ഷേ 9 ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കി. മാത്രമല്ല, നൂർഖാൻ എയർബേസ് ഏറ്റവും പാകിസ്ഥാനും അമേരിക്കയ്ക്കും ഒരുപോലെ പ്രാധാന്യമുള്ള നൂർഖാൻ എയർബേസ്, കിരാന ഹിൽസിലെ അണുവായുധങ്ങൾ ശേഖരിക്കുന്ന കിരാന ഹിൽസിലെ ഒരു ഭാഗം, ഇത്രയൊക്കെ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയപ്പോൾ ഇനി കൂടുതൽ സമയം പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് കണ്ടപ്പോഴാണ് പാകിസ്ഥാൻ അടിയറവ് പറഞ്ഞത്. മാത്രമല്ല, ട്രംപ് പാകിസ്ഥാനെ കൊണ്ട് അടിയറവ് പറയിച്ചത്. കാരണം നൂർഖാൻ ഇപ്പോഴും നോക്കുന്നതും നൂർഖാൻ്റെ ഏറ്റവും പ്രധാന കൈവകാശം വച്ചിരിക്കുന്നതും അമേരിക്കയാണ്. അപ്പോൾ നൂർഖാനെ തൊട്ടപ്പോൾ സ്വാഭാവികമായും അമേരിക്കയ്ക്കാണത് കൊള്ളുന്നത്. അപ്പോൾ ഇന്ത്യ പ്രത്യക്ഷത്തിൽ പാകിസ്ഥാനെയാണ് ആക്രമിച്ചതെങ്കിലും പരോക്ഷത്തിൽ അത് അമേരിക്കയ്ക്ക് കൂടിയാണ് കിട്ടിയത്. ആ പാഠം നെതന്യാഹു കണ്ടിട്ടുണ്ട്. ഇന്ത്യ എങ്ങനെയാണ് ഭീകരരെ തുരത്തുന്നത്, ഇന്ത്യയുടെ അജ്ഞാതർ എങ്ങനെയാണ് ഭീകരരിയ്ക്കുന്ന സ്ഥലം കണ്ടെത്തി ഓരോന്നിനെയായി തീർക്കുന്നത്. ഇന്ത്യ ഒരു മാതൃക കാണിച്ചു കൊടുത്തു. നെതന്യാഹു അതങ്ങ് ചെയ്തു എന്നുള്ളതാണ്. കൃത്യമായി ഭീകരർക്കെതിരെ പോരാട്ടം നടത്തുന്ന 2 രാജ്യങ്ങളാണ് ഇസ്രായേലും ഇന്ത്യയും. ഇന്ത്യ പാകിസ്ഥാനെതിരെ പോരാടുന്നത്, പാകിസ്ഥാൻ ശത്രു രാജ്യമാകുന്നത് തന്നെ അവിടുത്തെ ഭീകരരെ ഇറക്കിക്കൊണ്ട് ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുമ്പോഴാണ്. സെയിം അവസ്ഥ തന്നെയാണ് ഇസ്രായേലിലും.
ഇസ്രായേലിലെ ജനങ്ങളെ ഹമാസും ഹിസ്ബുള്ളയും ഹൂത്തികളും ഇറാനും ഒക്കെ ചേർന്ന് എത്രയോ കാലങ്ങളായി അവിടെ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ സ്ത്രീകൾ പോലും തോക്കുപയോഗിച്ചാണ് പുറത്തിറങ്ങുന്നത്. കാരണം ജീവൻ എപ്പോൾ വേണമെങ്കിലും പോകാമെന്നുള്ള നിലയിലാണ് അവിടുത്തെ ഓരോ ജനങ്ങളും ജീവിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഭയന്ന് വിറച്ചൊരു ജനം യുദ്ധം ചെയ്ത് മാത്രം ജീവിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും മധ്യസ്ഥ വഹിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കുറേ നാളുകളായി ഖത്തർ ഈ അക്രമി സംഘങ്ങളെ അല്ലെങ്കിൽ ഭീകരരെ മുഴുവൻ വച്ച് വാഴിക്കുകയാണ്. അവിടെ ചെല്ലും ചിലവും കൊടുത്ത് വലിയ കെട്ടിടങ്ങൾ, പിന്നെ എന്താ പറയുക, ഹോട്ടൽ റൂമുകൾ കൊടുത്ത് അല്ലെങ്കിൽ വലിയ കെട്ടിടങ്ങൾ കൊടുത്ത് ഇവൻ്റെയൊക്കെ ഭാര്യയും മക്കളെയും ഒക്കെ ഖത്തർ ഇങ്ങനെ വച്ച് വാഴിക്കുകയാണ്. ഖത്തർ മാത്രമല്ല, മറ്റ് പല രാജ്യങ്ങളുമുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ വച്ച് വാഴിക്കുകയാണ്. അത് ഭീകരരാറ് എന്ന് ഓർക്കുക. ഹമാസ് എന്ന് പറയുന്നത് ലോകത്തെ സമാധാന സംഘടനയൊന്നുമല്ല. അത് ഭീകര സംഘടനയാണ്. ഹിസ്ബുള്ള എന്ന് പറയുന്നതും സമാധാനത്തിന് വേണ്ടി പിന്നെ ലോകത്ത് പിന്നെ എന്താ സമാധാനം പരത്തുന്ന, പ്രകാശം പരത്തുന്ന സംഘടനയൊന്നുമല്ല. അതും ഒരു ഭീകര സംഘടനയാണ്. ഹൂത്തികളായാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവരൊക്കെ ലോകത്തുണ്ടാക്കുന്ന എന്താ പറയുക, ഈ വലിയ തരത്തിലുള്ള ആക്രമണങ്ങൾ, ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാൻ വരുന്നതിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഹമാസിലെ കുറേ നേതാക്കൾ പാകിസ്ഥാനിലെത്തി ഭീകരർക്ക് ട്രെയിനിങ്ങുകൾ നൽകിയിരുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വന്നു. അപ്പോൾ ഇതൊക്കെ ഒരു തരത്തിൽ അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ അതായത് ഇന്ത്യ കൊടുക്കേണ്ട മറുപടി, ഹമാസിന് ഇന്ത്യ നൽകേണ്ട മറുപടി ഇസ്രായേൽ അങ്ങ് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് ഇവിടെ കുറേ എണ്ണം കിടന്ന് തിളയ്ക്കുന്നത് എന്തിനാണെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഇവിടെ ഹമാസിനെ ഉപദ്രവിച്ചു. ഹമാസ് എന്ന് പറയുന്നത് ആരാണ്? സമാധാനത്തിന് നൊബേൽ സമ്മാനം കിട്ടിയ സംഘടനയാണോ? ജനങ്ങൾക്ക് സമാധാനപൂർവ്വമായ ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ നടക്കുന്ന ഒരു പിന്നെ സംഘടനയാണോ? അല്ല. ഹമാസ് എന്ന സംഘടന പോലും അല്ല. അതൊരു ഭീകര സംഘടനയാണ്. അത് ഭീകരരെ എന്താ പറയുക, പിന്നെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഭീകരരെ മോൾഡ് ചെയ്തെടുക്കുന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയ്ക്ക് വേണ്ടി ഇവിടെ കിടന്ന് ഓരോ നാറികൾ കിടന്ന് തിളയ്ക്കുന്നത് കണ്ടാൽ ഹമാസിനെ തൊട്ടു. നിങ്ങൾ വെറുതെ ഇരിക്കുകയാണോ? രാജ്യത്ത് പ്രതിഷേധം സംഘടിപ്പിക്കുന്നില്ലേ? പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നില്ലേ? ഇസ്രായേലുമായുള്ള എല്ലാ കരാറുകളും അവസാനിപ്പിക്കണം. എം എ ബേബി പറയുകയാണ്, ഒരു ഭീകര സംഘടനയെ ആക്രമിച്ചതിന് കേരളത്തിലെ CPMൻ്റെ ഒരു നേതാവ് പറയുന്നതാണ്, നിങ്ങൾ ഇസ്രായേലുമായുള്ള എല്ലാ കരാറുകളും അവസാനിപ്പിക്കണം. ഇസ്രായേൽ പിന്നെ വെടിവെച്ചിട്ടത് എന്താ, ലോകത്തിൻ്റെ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളെയാണ് ഇസ്രായേൽ വെടിവെച്ചിട്ടത്, അല്ലെങ്കിൽ ഇസ്രായേൽ ആക്രമിച്ചത്. അതുകൊണ്ട് ഇസ്രായേലുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കണം. എം എ ബേബിയൊക്കെ ഏത് കാലത്താണ് ജീവിക്കുന്നതെന്ന് അറിയാം. ജനങ്ങളെ പച്ചയ്ക്ക് കൊല്ലുന്ന, ഇന്ത്യയിലെ പോലും ജനങ്ങളെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കാതെ വരുന്ന ആക്രമികൾക്ക്, ഭീകരർക്ക് എന്താ പറയുക, പരിശീലനം നൽകുന്ന ഹമാസിനെയാണ് ഇസ്രായേൽ വകവരുത്തിയത്. അതൊരു ഭീകര സംഘടനയാണ് എം എ ബേബി. ബേബിക്ക് പിണറായിയുടെ മുന്നിൽ എന്താ പറയുക, ഈ വിധേയത്വം സ്വീകരിച്ച് നിൽക്കാൻ മാത്രമേ അറിയൂ. വല്ലപ്പോഴും ആ ലോകത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി നോക്ക്, എന്താണ് ലോകത്ത് നടക്കുന്നത് എന്നൊക്കെ ഉള്ളത്. എന്നിട്ടാണ് ഇവന്മാർ ഇവിടെ കിടന്ന് പറയുന്നത് ഹമാസ് ദൈവമാണ് എന്നുള്ളത്. ദൈവങ്ങളെ പൂജിക്കുന്നവരൊക്കെ ദയവ് ചെയ്ത് ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകും. ഇന്ത്യയുടെ ആനുകൂല്യങ്ങൾ പറ്റിക്കൊണ്ട് ഇന്ത്യ നിൽക്കരുത്.